അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. റബീഉൽ അവ്വൽ മാസം വന്നിട്ടുണ്ടെങ്കിൽ പള്ളികളിലും അതേപോലെ തന്നെ വീടുകളിലും മാല മൗലിദുകൾ അതേപോലെ തന്നെ ബുർദ ബൈത്ത് ഒക്കെ ചൊല്ലുന്നത് നമ്മൾ സാധാരണയായി കേൾക്കാറുണ്ട്. റബീഉൽ അവ്വൽ മാസത്തിലെ 1-ാം തീയതി മുതൽ ആ മാസം മുഴുവനായിട്ട് ചൊല്ലണം. അതിന് വലിയ പുണ്യമുണ്ട്. സ്വർഗത്തിൽ വലിയ പദവികൾ ലഭിക്കാൻ, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ റസൂലുള്ളാഹിയുടെയൊക്കെ അടുപ്പം കിട്ടാൻ ഈ മാല മൗലിദുകൾ ചൊല്ലിയാൽ മതി. എന്ന് മാത്രമല്ല, സർവ്വ ആപത്ത് മുസീബത്തുകളും ഇതിലൂടെ നീക്കം ചെയ്യാൻ, ഇതിലൂടെ നീങ്ങിപ്പോകും എന്നൊക്കെയാണ് ഇവിടെ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ദീനിയായിട്ട് അഥവാ നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലമുണ്ട്, പാപങ്ങൾ പൊറുക്കപ്പെടും, ദോഷബാധയെ തടുക്കാൻ ഇന്ന ദിക്ർ കൊണ്ട്, ഇന്ന പ്രാർത്ഥന കൊണ്ട് സാധിക്കും എന്നുള്ളതൊക്കെ ആരാണ് പറഞ്ഞു തരേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തരണം. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരണം. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ ഇവർ പഠിപ്പിക്കുന്നതാണ്. റസൂലുള്ളാഹിൻ്റെ മൗലിദ് അത് വീട്ടിൽ പാരായണം ചെയ്യണം, എല്ലാ മുസീബത്തുകളും അതോടുകൂടി ഇല്ലാതാകും എന്നിവർ പറഞ്ഞ് പാടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഉസ്താദുമാരായിട്ടുള്ള ആളുകൾ. യഥാർത്ഥത്തിൽ ഈ മാല മൗലിദുകൾ ആരാണ് ഉണ്ടാക്കിയത്? അള്ളാഹ് പഠിപ്പിച്ചതാണോ? അല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനും സുന്നത്തും നമ്മുടെ കയ്യിൽ തന്നുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് മതപരമായ പ്രശ്നമുണ്ടെങ്കിലും അതിൽ പരിഹാരമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നോക്ക് നിങ്ങൾ, ഈ മാല മൗലിദുകൾ കേവലം 400 അല്ലെങ്കിൽ 500 വർഷങ്ങൾക്ക് മുമ്പാണ് എഴുതിയുണ്ടാക്കിയത്. ആരൊക്കെയോ അറബിയിൽ എഴുതിയുണ്ടാക്കുന്നു, മലയാളത്തിലും എഴുതിയുണ്ടാക്കുന്നു. എന്നിട്ട് അതിന് ഇത്ര പോരിശയുണ്ട്, ഇത്ര പുണ്യമുണ്ട് എന്ന് പറഞ്ഞു വിടുന്നു. അഥവാ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ദീനിൻ്റെയും പേരിൽ ശുദ്ധമായ കളവ് പറഞ്ഞ് പ്രചരിപ്പിച്ചുണ്ടാക്കുന്നു യഥാർത്ഥം. റസൂലുള്ളാഹിക്ക് പരിചയമില്ല, സഹാബത്തിന് പരിചയമില്ല, അതേപോലെ തന്നെ താബീകൾക്ക് പരിചയമില്ല. മദ്ഹബിൻ്റെ പണ്ഡിതന്മാർക്ക് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി മങ്കൂസ് മൗലിദ് അറിയോ? ഷറഫുൽ ഹന മൗലിദ് അറിയോ? ബുർദ അറിയുമോ? ഇല്ല, അറിയില്ല. നോക്ക് നിങ്ങൾ, 1000 വർഷം ജീവിച്ച മുൻഗാമികളായിട്ടുള്ള ആളുകൾക്കോ പണ്ഡിതന്മാർക്കോ ആർക്കും പരിചയമില്ല. കേവലം 400-500 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കപ്പെട്ടതാണ് ഈ മാല മൗലിദുകൾ എന്ന് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാവും. ഇനി ഇതിലെന്താണുള്ളത്? ഇതൊക്കെ മദ്ഹാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയുള്ള കീർത്തനങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ സഹോദരന്മാരെ, ഈ മാല മൗലിദുകളിൽ ഉള്ളത് തനിച്ച ഷിർക്കിൻ്റെ വരികളാണുള്ളത്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സങ്കടം പറയുന്നു, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെക്കുന്നു, പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി റസൂലുള്ളാഹിനോട് പറയുന്നു, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി റസൂലുള്ളാഹിയോട് പറയുന്നു. അഥവാ എന്തു ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുകയും സഹായം ചോദിക്കുകയും ചെയ്യുന്ന വരികളാണ് ഈ മാല മൗലിദുകളിലുള്ളത്. ഉദാഹരണമായിട്ട് മങ്കൂസ് മൗലിദിൽ കാണാൻ സാധിക്കും, ഇർത്തകബത്തു അലൽ ഖതാ ഗൈറ അസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈർ നബി. അള്ളാഹുവിൻ്റെ പ്രവാചകനെ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങയോടാണ് പാപം പൊറുക്കാൻ ഞാൻ ആവലാതിപ്പെടുന്നത്, എൻ്റെ പാപം അങ്ങ് പുറത്തു തരണം എന്നർത്ഥം. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ചോദിക്കുകയാണ്, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹല്ലാതെ ആരാണോട് പാപങ്ങൾ പൊറുക്കുന്നത്? അപ്പോൾ മാലക്കാരൻ പറയാണ് അള്ളാഹുവിൻ്റെ റസൂൽ പാപം പൊറുക്കുമെന്ന്. അതേപോലെ തന്നെ ബുർദ ബൈത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, യാ അക്രമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമമി. അഥവാ എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഉണ്ടായാൽ ഞാൻ താങ്കളോടല്ലാതെ മറ്റാരോടാണ് പ്രയാസം പറയുന്നത്? എനിക്ക് അഭയമായി താങ്കളല്ലാതെ മറ്റാരുമില്ലല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു. ഇങ്ങനെയുള്ള വരികൾ പഠിച്ചതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്ത് പ്രയാസം പറയാൻ, അതേപോലെ തന്നെ എന്ത് ആപത്ത് മുസീബത്തുകളും റസൂലുള്ളാഹിനോട് വിളിച്ചിട്ട്, യാ റസൂലുള്ളാഹ്, അങ്ങ് കാണുന്നില്ലേ, ഞങ്ങളുടെ പ്രയാസം നീക്കുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സമുദായത്തെ തെറ്റിലേക്ക് കൊണ്ടുപോകാൻ മുസ്ലിയാക്കന്മാരായ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് മാത്രമേ നമ്മൾ പ്രയാസം പറയാൻ പാടുള്ളൂ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്ന് മാത്രമല്ല, നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം പാടിപ്പുകഴ്ത്തുന്നു. അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ലന്നി യാ ബശീറു യാ നദീർ. പ്രവാചകരെ, അങ്ങയുടെ അടിമയായ ഞാൻ അങ്ങയുടെ ഔദാര്യമാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, പറയുകയാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അങ്ങയുടെ അടിമയാണ് ഞാൻ. നോക്കൂ നിങ്ങൾ, ഷറഫുൽ ഹന മൗലൂദിലൂടെയാണ് ഇത് പഠിപ്പിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ അടിമയാണ് എന്ന് പറയുന്നു.
യഥാർത്ഥത്തിൽ നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങേയറ്റം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പാടിപ്പുകഴ്ത്തി ക്രിസ്ത്യാനികൾ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പാടിപ്പുകഴ്ത്തിയ പോലെ നിങ്ങൾ എന്നെ പാടിപ്പുകഴ്ത്താൻ പാടില്ല, അമിതവർണ്ണം നടത്താൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, അതുപോലെ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വർണ്ണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു പ്രാർത്ഥിക്കുകയും സഹായം തേടുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് മാല മൗലൂദിലുള്ളത്. അതേപോലെ തന്നെ ധാരാളക്കണക്കിന് കള്ളക്കഥകൾ ഒരിക്കലും ദീനിൽ റസൂലുള്ളയോ അല്ലെങ്കിൽ അള്ളാഹുവോ പഠിപ്പിച്ചിട്ടില്ലാത്ത, ചരിത്രത്തിലോ ഇല്ലാത്ത ധാരാളം കള്ളക്കഥകൾ കൊണ്ട് നിബിഡമാണ് മാല മൗലൂദ് കിതാബുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കേവലം മദ്ഹുകളാണ്, ഇതിലൊരു പ്രശ്നവുമില്ല എന്ന് പറയുന്നവരെ നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.